ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരിക്കലൂടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാനും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാ ബന്ധത്തിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത, കാര്യം ഈ തലമുറയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കേണ്ടതിന്, ആത്മനിയന്ത്രിതമായ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടതിന്, കാരണം അവർ നേരിടുന്നതായ പ്രതിസന്ധികൾ, എന്തോരം പ്രഷറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ അനുഭവിക്കുന്നത്. വളരെ വലിയ പ്രഷറാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി അല്ലാതെ ഒരു രീതിയിലും അത് കഴിയില്ല. ആത്മാവിൻ്റെ വലിയ ഒരു ശക്തി അവരുടെ മേൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പണ്ട് കാലത്ത് പാപം ചെയ്യണമെങ്കിൽ തന്നെ പാടായിരുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പണ്ട് കാലത്ത് ഒരു സിനിമ കാണണമെങ്കിൽ എവിടെ പോകണം? ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊന്നും ഒരു സിനിമ കാണാൻ പോലുമുള്ള സാഹചര്യം ഇല്ലേ? പക്ഷേ ഇന്ന് പോക്കറ്റിൽ കിടക്കുകയല്ലേ, അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒരു പാപം ആരെങ്കിലും ചെയ്താൽ, ഒരു ബീഡി വലിച്ചതൊക്കെ ആയിരിക്കും പാപം എന്ന് പറയുന്നത്, അവനെ പിന്നെ ആരും അവൻ്റെ കൂട്ടുകൂടത്തില്ല, അവനെ ഒറ്റപ്പെടുത്തി കളയും. അവൻ ബീഡി വലിക്കുന്ന ചെറുക്കനാ, അവൻ്റെ കൂടെ കൂടരുത്. കൂട്ടുകാർ തന്നെയാണ് പറയുന്നത് ഇല്ലേ? കള്ളു കുടിക്കുകയോ വല്ലതും ചെയ്താൽ തീർന്നു. ഒരു പെണ്ണിൻ്റെ പുറകെ കാണാൻ പോയാൽ പിന്നെ അവന് സ്കൂളിൽ തന്നെ ഒരു വിലയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ പാപം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു പഴയ സമൂഹം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ, ഇന്ന് പാപം ചെയ്യാത്തവരെ ഒറ്റപ്പെടുത്തുകയാണ് ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടായിട്ടാണ്. നേരത്തെ പാപം ചെയ്യുന്നവനായിരുന്നു ഓടായിട്ട് ഫീൽ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ പാപം ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഇവനെന്തോ ഏത് കാലഘട്ടത്തിൽ നിന്നുള്ള ഏത് ലോകത്തിൽ നിന്ന് വന്നു ഇവന് അല്ലേ, അവനോട് ആ രീതിയിലാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും നല്ല പ്രഷർ അനുഭവിച്ചാണ് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ അവർ വളരെ പെടാപ്പാട് പെടേണ്ടി വരുന്നു, നമ്മളെ മലയാള ഭാഷ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ളവരായി ജീവിച്ചില്ലെങ്കിൽ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് ഈ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ വേദഭാഗം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ ന്യൂ ടെസ്റ്റമെൻറ്റ് കൺസെപ്റ്റായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില വാഗ്ദത്തങ്ങൾ പ്രവചന പുസ്തകങ്ങളിൽ തന്നിട്ടുള്ളത് ഒന്ന് എടുത്തു പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ മാത്രം ഉള്ള ഒരു കാര്യമോ, പിതാവിന് ശേഷം പുത്രനും പുത്രന് ശേഷം പരിശുദ്ധാത്മാവ് ഇങ്ങനെ മാറി മാറി അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാകാൻ പാടില്ല. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അടുത്ത വാക്കെന്താ? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെ വിവരിച്ചുകൊണ്ടാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ഇതൊരു ന്യൂ ടെസ്റ്റമെൻറ്റ് കൺസെപ്റ്റ് ആണെന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകരുത്. ഇത് പഴയ നിയമത്തിൽ ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്ന ആ ഹോളി സ്പിരിറ്റിൻ്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആക്റ്റീവാണ്. ഹോളി സ്പിരിറ്റ് വളരെ ആക്റ്റീവാണിത് ഇവിടെ. അതാണ് നമ്മൾ പറയുന്നത്, ഒരു പാസീവായിട്ടല്ല. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ചില വാക്കുകളോ ചില പ്രസ്താവനകളോ നടത്തുകയല്ല. ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രവൃത്തിയെ, ഒരു വർക്ക്, അതിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം എങ്ങനെയുള്ളതാണ്? പാഴും ശൂന്യവുമായ ഭൂമിയിലെ, അതാണ് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഇരുളിൻ്റെ അധിവാസം എന്ന് പറയുന്നത് ആഴിയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത. ഒരു ബിബ്ലിക്കൽ തോട്ട് എന്ന നിലയിലല്ല, പക്ഷേ അന്നത്തെ കോമൺ ആൾക്കാരൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് യഹൂദന്മാരുടെ മനസ്സിലൊക്കെ ഉണ്ട്. ഇൻക്ലൂഡിങ് വെളിപ്പാട് പുസ്തകത്തിൽ പോലും മൃഗം കയറി വരുന്നത് എവിടെ നിന്നാണ്?
സമുദ്രത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്. അപ്പോൾ ആഴം എന്ന് പറയുന്നത് ഇരുളിൻ്റെ അധിവാസമാണെന്നുള്ള ഒരു ചിന്ത ഒരു കോമൺ ചിന്തയായി. അല്ലാതെ ആരും ചിന്തിക്കരുത് സമുദ്രത്തിൽ എന്തുവാ അന്ധകാരത്തിൻ്റെ ശക്തിയെല്ലാം കൂടെ സമുദ്രത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ അങ്ങനെ ഇരുളിൻ്റെ അധിവാസം ആഴത്തിന്മീതെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് പാഴും ശൂന്യവുമായിപ്പോയി, എന്നാൽ പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ദൈവം അതിനെ അബാൻഡൻ ചെയ്യുകയല്ല. പകരം തൻ്റെ ആത്മാവ് ആ ഇരുളിൻ്റെ മീതെ, ഇരുളിൻ്റെ ശക്തികൾ എവിടെ പ്രവർത്തിച്ചോ അവിടെ തന്നെ പരിവർത്തിക്കുവാൻ the spirit of the Lord was moving over the darkness. ആഴത്തിന്മീതെ അല്ലെങ്കിൽ ഇരുളിൻ്റെ മീതെ പരിവർത്തിക്കുവാൻ. അപ്പോൾ ഇരുളിൻ്റെ മേൽ പരിവർത്തിക്കുന്ന ഒരു ആത്മാവിനെയാണ്, അഥവാ ഇരുളിനെ തകർത്ത് കളയുന്ന ഒരു ആത്മാവിനെയാണ് ശരിക്കും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ഈ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാക്യം എന്താ കാണുന്നത്? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ ഒരു സ്ഫോടനാത്മകമായ ഒരു വ്യത്യാസം, ഒരു രൂപാന്തരീകരണം, ഒരു പുനർസൃഷ്ടി. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം സൃഷ്ടിയുടെ ഒരു വിവരണമാണ്. എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ സൃഷ്ടിക്കും മുമ്പ് എന്ത് ചെയ്തു? ആഴത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് അതൊരു മെസ്സേജാണ്, ഒരു സെപ്പറേറ്റ് മെസ്സേജാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ ഇടപെടലുണ്ടാകുമ്പോൾ അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത പടി വെളിച്ചമാണ്, സൃഷ്ടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പാസീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയല്ല. ഈസ് എ പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു പാസീവായിട്ട് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ചിന്ത അതിങ്ങനെ പറന്ന് നടക്കുകയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ദീസ് ആർ ഓൾ റോങ് കൺസെപ്റ്റ്സ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളിൻ്റെ മേൽ, പ്രതിസന്ധികളുടെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി നമുക്ക് പുനർസൃഷ്ടി നടത്തുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എല്ലാ ഭാഗങ്ങളും എടുത്തു പറയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രവചനങ്ങളിൽ പ്രവാചകന്മാർ പ്രോമിസ് ചെയ്യുന്ന ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആദ്യ കാലഘട്ടത്തിലൊന്നും മനുഷ്യർക്ക് ഈ പറയുന്നത് പോലെ ഉണ്ടായിരുന്നില്ല. തീർത്തുമില്ലെന്നല്ല. മോശയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 പേർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ട്. അവരെ പ്രവചിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിലുടനീളം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു പ്രവചനം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ ചില വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ച് നമുക്കതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം നമ്മൾ എടുക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 32-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ, മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽമാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. എല്ലാം തകർച്ച, തകർച്ച, തകർച്ച. നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് ഇവിടെ പറയുന്നത്. നഷ്ടങ്ങൾ ഇല്ലേ? മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവെള്ളയും ഓർത്തവർ മാറത്തടിക്കും. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സന്തോഷ ഭവനങ്ങളിലെ മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽമാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടകളുടെ മേച്ചിൽപ്പുറവുമാകും. അങ്ങനെ എല്ലാം തകരുന്നതായ സാഹചര്യത്തിൽ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു വാക്യമാണ്. എന്താണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ
പകരുവോളം തന്നെ. എല്ലാ നഷ്ടങ്ങളും, എല്ലാ പ്രതിസന്ധികളും എല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം എത്രയും വരെ ഉള്ളൂ? ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പം ആ വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടി, ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാം മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് തകർന്ന് ഏറ്റവും മുന്നോട്ടുള്ള വഴി എന്താണെന്നുള്ളത് അറിയാൻ വയ്യാതെ തകർന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ പ്രാവശ്യം റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഇവിടെയും പറയുകയാണ്, അരമന ഉപേക്ഷിക്കപ്പെടും, പറയുന്നതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്നുവരെ ഉള്ളൂ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും എത്രയും വരെ ഉള്ളൂ? ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുന്നത് വരെ ഉള്ളൂ. ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ട് നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായാൽ, ആത്മാവിന് നമ്മളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോകുകയാണ്. അവിടെ പറയുന്നത് അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. നേരത്തെ പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞത് മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരികളെയും ഓർത്തവർ മാറത്തടിക്കും. എൻ്റെ ജനത്തിൻ്റെ ദേശത്തെ ഉല്ലസിത നഗരത്തിലെ സകല ഭവനങ്ങളിൽ, സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. എല്ലാം മരുഭൂമിയായി തീരുന്ന ഒരവസ്ഥയാണ് നേരത്തെ കണ്ടത്. ഇപ്പോഴെന്താണ്? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. നേരെ ഓപ്പോസിറ്റാണ്. ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഉദ്യാനമാണ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കൃഷിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം, ചെടിയും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ വനമായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. ഇത് ഒരു ചെറിയ ഉദ്യാനമല്ല, അതങ്ങ് വനം പോലെ അങ്ങ് വ്യാപിക്കുന്ന സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ വാക്കും പറയാനിപ്പോൾ പേടിയാണ്. എന്തോ പറഞ്ഞാലും ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കയറി വരുന്നതെല്ലാം ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഭൗമികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം. എന്നാൽ അതിലുപരിയായി നമ്മുടെ ജീവിതം പച്ച പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, പച്ച പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ വ്യതിയാനത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് നടക്കുന്നതായ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി മാറും, വനമായി എണ്ണപ്പെടും. അങ്ങനെ ഒരു വലിയ ഡിഫറൻസ്, ആത്മാവിൻ്റെ ആഗമനത്തോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതായ ഒരു അവസ്ഥ. അത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമാണ്. അത് ഇന്നും പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മനിറവ് പ്രാപിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും അവരുടെ ജീവിതം മാറിമറിയുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, അത് നമുക്കൊരു യാഥാർത്ഥ്യമായി തീരണം. നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യമായി തീരണം. താഴോട്ട് വായിക്കുമ്പോൾ, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. നോക്കുക, അവിടെ പറയുന്ന കാര്യങ്ങൾ 16-ാമത്തെ വാക്യത്തിൽ നീതി, സമാധാനം, ശാശ്വത വിശ്രമം, നിർഭയത്വം, ഇതെല്ലാം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നടക്കുന്നത് നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടിയിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവരും, എത്രയോ മനുഷ്യർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തുള്ളതിനേക്കാളൊക്കെ ഒത്തിരി നിരാശ, ഡിപ്രഷൻ പേഷ്യൻസ് എന്ത് കൂടിയിട്ടുണ്ട്, എന്തുമാത്രം. ഈ പോസ്റ്റ് കോവിഡ് എഫക്ട്സിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഡിപ്രഷനുള്ള അനേകരെ. അതുമാത്രമല്ല, രോഗം എന്ന നിലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആ ഒരു
പ്രത്യാശ നഷ്ടപ്പെട്ടവരായ ആളുകൾ. പക്ഷേ നമ്മുടെ എല്ലാ നിരാശയെയും മാറ്റിമറിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പ്രവാചകൻ പറയുകയാണ്, ഈ മരുഭൂമിയും ഇതെല്ലാം കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, എന്നാൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. അവിടെ നീതി വസിക്കും. നീതി മാത്രമല്ല, അവിടെ പറയുന്ന കാര്യം, നീതിയുടെ ഫലം ശാശ്വത, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവുമായിരിക്കും. ശാശ്വത വിശ്രാമം എന്നും. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിട്ടുകളയരുത്. നമ്മുടെ കൂടെ നമ്മെ നയിക്കുന്ന, നടത്തുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സമാധാനം വസിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ 44-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിൻ്റെ പ്രോമിസാണ്. പഴയ നിയമത്തിലെ പ്രോമിസുകൾ ഞാൻ പറയുകയാണ്. എന്താണ് പ്രോമിസ്? ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. എന്നിട്ട് പറയാണ്, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രോമിസ് ആത്മാവ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, ബാക്കിയുള്ളതൊക്കെ ആർക്കും കിട്ടാം, പക്ഷേ ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വേറെ ആർക്കും ഇത് കിട്ടത്തില്ല. ആത്മാവിനാൽ ജനിച്ചവൻ്റെ മേൽ മാത്രമേ ആത്മാവ് പരിവർത്തിക്കത്തുള്ളൂ. വീണ്ടും ജനനാനുഭവം അതിൻ്റെ ഒരു താക്കോലാണ്. അവിടെ കൊണ്ട് മാത്രം നിർത്തരുത്. യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ബട്ട് യു നീഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചവനാണെങ്കിൽ ആത്മാവിനാൽ നിറയുന്നവനുമായിരിക്കണം, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരിക്കണം, ആത്മാവ് നയിക്കുന്നവനായിരിക്കണം, നടത്തുന്നവനായിരിക്കണം. അത് ആരുടെ മേൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ സന്തതിയുടെ മേൽ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വാക്യമാണത്. നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ ഐ വിൽ പോർ മൈ സ്പിരിറ്റ് അപ്പോൺ യുവർ സീഡ്. നിന്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ദൈവത്തിൻ്റെ വലിയൊരു പ്രോമിസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ അവർക്ക് അനിവാര്യമായിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അതിനുവേണ്ടി നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ബാക്കി ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഹോദരി ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിച്ചോ പറഞ്ഞ്, ഇല്ല ഞാൻ കഴിക്കുന്നില്ല. എന്തു പറ്റി? ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. നല്ല കാര്യം. എന്തോ ഈ വീട്ടുകാരൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഫാസ്റ്റിങ്? അതെ, മോൻ്റെ പരീക്ഷയാണ്. മോനെ കണ്ട് 4-ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് പഠിക്കുന്നത്. ഉടനെ ചോദിച്ചു, അത് ഇപ്പം നവംബറല്ലേ, മാർച്ചിലല്ലേ പരീക്ഷ? അല്ല, ക്ലാസ് പരീക്ഷയാണ്. മോൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ തള്ള എന്നെങ്കിലും എൻ്റെ കുഞ്ഞിനെ ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കളിയാക്കാൻ പറയുന്നതല്ല, വേദന കൊണ്ട് പറയുന്നതാണ്. ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മനിറവുള്ളവരായി ജീവിക്കുവാൻ, എന്നാലേ അവർക്ക് ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്. എന്താണ് പ്രോമിസ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരും. ആ ആത്മാവിനെ പകരുന്നത് കൊണ്ടാണ് അടുത്ത അനുഗ്രഹം ഉണ്ടാകുന്നത്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നമുക്ക് ഈ അനുഗ്രഹം ഇങ്ങനെ പോന്നാൽ മതി, ആത്മാവ് വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. എന്നാൽ കർത്താവ് പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബ്രായ ഭാഷയിലെ പല കാര്യങ്ങളും ഹീബ്രു പാരലലിസം എന്ന് നമ്മൾ പറയാറുള്ള ഒരു കാര്യം, ഒരേ അർത്ഥം തന്നെ 2 വാക്കുകൾ നമ്മളിവിടെ ദ്വിതീയാക്ഷര പ്രാസം എന്നൊക്കെ മലയാളം പണ്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങ്. അപ്പം ആ സെയിം ശബ്ദം, വാക്കല്ല, സെയിം അക്ഷരം ആവർത്തിക്കുന്നതാണ് നമ്മളിവിടെ പ്രാസമായിട്ട് ഉപയോഗിക്കുന്നത്.
പക്ഷേ എബ്രായ ഭാഷയിൽ അക്ഷരമല്ല, ആശയമാണ് ആവർത്തിക്കുന്നത്. ആശയം ആവർത്തിക്കുന്നതിന് ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. ആത്മാവാണ് അനുഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആത്മനിറവുള്ളവനായി, ആത്മനിയന്ത്രിതമായി. ആത്മനിറവെന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ വന്നിരുന്ന് കൈയടിച്ച് പാട്ട് പാടുന്നത്, ഞാനതിനെതിരൊന്നും പറയുകയല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, കൈയടിച്ച് പാട്ട് പാടുന്നത് മാത്രമല്ല, അവനെ ആത്മാവ് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ്റെ സ്കൂളിൽ, അവൻ്റെ കോളേജിൽ ആത്മാവ് അവനെ നിയന്ത്രിക്കണം. നമ്മുടെ യുവാക്കളൊക്കെ ആത്മനിയന്ത്രിതരായിരിക്കണം. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മനിയന്ത്രിതരായിരിക്കണം. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ സന്തതിമേൽ പകരുമെന്നുള്ള വലിയ വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഒരു സ്ട്രീമായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, മൂന്നാമത്തെ വാക്യത്തിൽ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുമെന്നാണ്. അല്ലാതെ ഇച്ചിരി തുള്ളി തുള്ളിയായിട്ട് തരുമെന്നല്ല. ആത്മാവിനെ ഒരു നീരൊഴുക്കായിട്ട്, വലിയ സ്ട്രീംസ് ആയിട്ട്, അല്ലാതെ ഒരിച്ചിരി എപ്പോഴെങ്കിലും സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരിച്ചിരയും കൊണ്ട് പോകാനല്ല. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ കൂടെ ഒഴുകിച്ചെല്ലുന്ന ഒരു നദി പോലെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വളരെ സന്തോഷകരമായ ഒരു വാക്യമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിൻ്റെ വാക്കുകളാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്നു വെച്ച് കഴിഞ്ഞാൽ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, കുടിച്ച് നിറയട്ടെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അറിയാം. പക്ഷെ ഇത് പറയുന്നത്, കുടിക്കുന്ന, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമല്ല നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വയറ്റിലോട്ട് ചെല്ലുന്നത് മാത്രമല്ല, അവിടെ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകുന്നു. പുറത്തോട്ട് ഒഴുകണമെങ്കിൽ അകത്തങ്ങ് നിറഞ്ഞങ്ങ് കവിയുക, അതുകൊണ്ടല്ലേ പുറത്തോട്ട് ഒഴുകത്തുള്ളൂ. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു സമൃദ്ധി ഇവിടെ താഴെ പറയുന്നു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ അന്ന് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യം, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഇഷ്ടം പോലെ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. എന്താണതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അവനിത് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കേണ്ടത് ഒരു ചെറിയ ഗ്ലാസിനകത്ത് കുടിക്കുന്ന ഒരു അവസ്ഥയല്ല. പ്രത്യുത കുടിക്ക്, ധാരാളമായി കുടിക്ക്. അത് പകർന്നു തരുവാൻ ദൈവം തയ്യാറാണ്. യേശു പറയാ, ദാഹിക്കുന്നവർ വരട്ടെ, എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, കുടിച്ച് നിനക്ക് നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് പുറത്തോട്ടൊഴുകുക. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും. അതുപോലെ സമൃദ്ധിയായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. യെശയ്യാവ് പറഞ്ഞത് അതാണ്, നീരൊഴുക്കുകൾ. അപ്പോൾ ഈ പ്രോമിസ് നേരത്തെ ഉണ്ട്. പുതിയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തി നമ്മൾ കാണുകയാണ്. യെശയ്യാവ് തന്നെ പറഞ്ഞു, എന്താണ്? ആത്മാവിൻ്റെ നീരൊഴുക്ക്. അത് നമ്മൾ കണ്ടതാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം, വരണ്ട നിലത്ത് വെള്ളമല്ല, നീരൊഴുക്ക്, സ്ട്രീംസ് ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ആത്മാവിനെ പാനം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആത്മീയ അനുഗ്രഹമാണ് നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും
പകരും. ഇത്രയും വലിയ അനുഗ്രഹം എന്തോ? എടാ, ആത്മനിറവുള്ള ഒരു മകൻ എനിക്കുണ്ടെങ്കിൽ, എൻ്റെ സന്തതി ആത്മനിറവുള്ളവരാണെങ്കിൽ, എൻ്റെ സന്താനത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നിരിക്കുന്നെങ്കിൽ അത്രയും വലിയ സമ്പത്ത് എനിക്ക് വേറെ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ട്രഷർ ഐ ക്യാൻ ഹാവ് ഇൻ ദിസ് വേൾഡ്. ആത്മനിയന്ത്രിതരായ കുഞ്ഞുങ്ങൾ എനിക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ള കുഞ്ഞുങ്ങളായി അവരിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തോട്ടൊഴുകുന്നത് നമ്മൾ വിഭാവന കാണണം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് ആവശ്യം. പരിശ്രമമല്ല, നമ്മൾ അതിന് പ്രാർത്ഥന ആവശ്യം. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം പ്രോമിസ് ഉണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഇതൊക്കെയാ വാഗ്ദത്തങ്ങൾ. പണ്ടൊക്കെ ഒത്തിരി പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇപ്പം കൊറോണ വന്നതിന് ശേഷം അധികം കാണുന്നില്ല. വരുന്നവരെല്ലാം പറയുന്നത് 2022 4 മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നു. അന്നേരമേ ഉള്ളൂ, അല്ലാത്തപ്പോഴെന്തോ നമുക്കൊന്നും അനുഗ്രഹമില്ല. ഇതിപ്പോൾ എന്നും അനുഗ്രഹമാണെന്ന്. പക്ഷേ എന്താ അനുഗ്രഹം? എന്തെങ്കിലും വല്ല വണ്ടി വാങ്ങിക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ അനുഗ്രഹം. യഥാർത്ഥ അനുഗ്രഹം വണ്ടി വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നന്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യമല്ല വായിക്കുന്ന, മിക്കപ്പോഴും വായിക്കുന്നത് മുഴുവൻ മത്തായി. അത് നമുക്കിഷ്ടമുള്ള നിലയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ നോക്കിക്കണ്ട് വായിക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കലാണ്. അങ്ങനെ പ്രസംഗിക്കാനും മിടുക്കന്മാരായ കുറച്ച് പ്രസംഗങ്ങൾ നമുക്കുണ്ട്, നിങ്ങളെ സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന. എന്നാൽ കർത്താവ് പറഞ്ഞത് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഇന്ന് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവാണ്, എൻ്റെ സന്തതിക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവാണ്. അത് ചെറിയ അളവിൽ പോരാ, നീരൊഴുക്കുകളായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് മാത്രമല്ല, കുഞ്ഞുങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകി മറ്റുള്ളവരിലേക്ക്, അവരുടെ കൂട്ടുകാരിലേക്കൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു വരുന്ന, പുറത്തോട്ട് ഒഴുകുമ്പോൾ അവരും കാണുമല്ലോ, ഇല്ലേ? അവർ കണ്ട് അവർക്കും കൂടെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ, ഈ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവർക്കും ഉണ്ടാകട്ടെ, അവർ സാക്ഷികളാകട്ടെ. ഇവൻ ആത്മനിയന്ത്രിതനാണെന്ന് മറ്റുള്ളവരോട് മനസ്സിലാക്കട്ടെ, ആത്മാവില്ലാത്തവനും മനസ്സിലാക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ഈ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വീണ്ടും യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ തന്നെ നമ്മൾ വായിച്ച വേദഭാഗം 44-ാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. അടുത്തത് പറയുന്നത് ആത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന ഒരുത്തൻ പറയും. മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും. വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. ഭയങ്കര ഡിഫറൻസാണ് വരുന്നത്. ആത്മാവ് അതുവരെ അവൻ ആരാണെന്ന് ചിന്തിച്ചോ അതെല്ലാം മാറ്റിമറിക്കുന്നൊരവസ്ഥ. അവൻ്റെ ഐഡൻറ്റിറ്റി മാറി മറയുകയാണ്. നമുക്കെല്ലാവർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ കണ്ടെത്തുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്ക് മറ്റുള്ളവർ തരുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. സാർത്രിയൻ അനാലിസിസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആരാണോ, എൻ്റെ സത്ത, അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഞാൻ ആരാണെന്നുള്ളതല്ല, പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഞാൻ ആരാണെന്ന് അതെനിക്കറിയാം, പക്ഷേ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കണോ അങ്ങനെ ഒരു സത്യം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് ഇന്ന് പൊതുവേ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പിള്ളേരൊക്കെ എന്തുമാത്രം അനുകരിക്കുന്നുണ്ട് ഈ ഫിലിം ആക്ടേഴ്സിനെ, മറ്റവരെയും മറിച്ചവരെ എല്ലാം ഇങ്ങനെ അവരുടെ മുടി വെട്ടുന്നതും മറ്റേത് മറിച്ചതും എല്ലാം ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള അനുകരണമാണ്. ഈ അനുകരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നോക്കുക. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി, അവർക്കൊരു ബോധ്യമില്ല, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഈ കോൺഫിഡൻസ് ഇല്ലാത്തവനാണ് വല്ലവനെ അനുകരിക്കാൻ നോക്കുന്നത്. ശരിയായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
അവനൊരു ബോധ്യം. ഇവിടുത്തെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും, വേറൊരുത്തൻ തൻ്റെ കൈമേൽ. അത് പിള്ളേരിപ്പോൾ കയ്യെ പച്ച കുത്തുന്ന കാര്യമൊന്നും അല്ല ഇത് പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞതുകൊണ്ട് നാളെ ആരും പോയി എന്തോ ചെയ്യരുത്. കയ്യിൽ പോയി പച്ച കുത്തുന്ന കാര്യമൊന്നുമില്ല. വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. അവൻ്റെ ഐഡന്റിറ്റി അങ്ങ് മാറുകയാണ്. എപ്പോഴാണ് മാറുന്നത്? വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു. നിന്റെ സന്തതി മേൽ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ അവൻ പറയുകയാണ്, ഞാനൊരു സാധാരണ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആളല്ല, ഞാൻ അവരല്ല, അവരെ പോലെ അല്ല. എൻ്റെ ഐഡന്റിറ്റി എന്താണെന്നറിയാമോ? ഞാൻ യഹോവയ്ക്കുള്ളവൻ. ഐ ബിലോങ് ടു ഗാഡ് എന്നുള്ള ഒരു വലിയ ഐഡന്റിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം. ഐ ബിലോങ് ടു ഗോഡ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ആ ഒരു ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. നമ്മളത് ആരോടും പറയണോ ചിലപ്പോൾ പറയേണ്ടി വരും. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് അറിയാൻ വയ്യാത്ത ആളുകളുടെ അടുത്ത് ചിലപ്പോൾ പറയേണ്ടി വരും. അത് ഒരു റോങ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനല്ല. ഞാൻ ഹോസ്റ്റലിൽ 15-ാമത്തെ വയസ്സിൽ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് റാഗിങ് ഉണ്ട്. 77 റാഗിങ്ങിന് അവന്മാർ സാങ്കല്പിക കസേര എടുത്ത്, അന്നത്തെ ഇതൊക്കെ അറിയാമല്ലോ, ഇരിക്കടാ അവിടെ. അപ്പോൾ എവിടെ ഇരിക്കണ്ടേ? കസേരയിലിരിക്കുക. അതിന് കസേര എന്ത് ചെയ്യുക? കസേര ഉണ്ടെന്നും വെച്ചിരുന്നോളാം. പിന്നെ നമ്മൾ കസേര ഉണ്ടെന്നുള്ള നിലയിൽ ഇരിക്കണം. ചേട്ടന്മാർ വന്ന് റാഗ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ റാഗ് ചെയ്തു, അങ്ങനെയൊക്കെ ഇരുന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞു സിഗരറ്റ് വലിക്കടാന്ന് പറഞ്ഞു. അപ്പം 15 വയസ്സുള്ള പിള്ളേർക്കൊക്കെ സന്തോഷമുള്ള കാര്യമായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു ഐ എം സോറി, ഐ കനോട്ട്. ഇവന്മാർ ഭയങ്കര ചൂടായിട്ട്, ആഹാ നിനക്ക് പറ്റത്തില്ലയോ? എന്താണ് പറ്റാത്തത്? അപ്പം ഞാൻ പറഞ്ഞു ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതല, എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റത്തില്ല. അമ്മമാർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഞോണ്ടി അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും എല്ലാം ഇടിച്ചു. പിന്നെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പറഞ്ഞു സിഗരറ്റ് വലിക്കോടാ. ഇല്ല, ഐ എം സോറി, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. എൻ്റെ ഐഡന്റിറ്റി. ചിലപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരും. ചിലരുടെയൊക്കെ പ്രശ്നം എന്താ, നമ്മുടെ പിള്ളേരുടെയും വലിയവരുടെയും ഒക്കെ പ്രശ്നം എന്നറിയാമോ? അവരൊരു ദൈവ പൈതലാണെന്നുള്ളത് ഒരു മനുഷ്യരും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പഠിക്കുന്ന കോളേജിലും അറിയത്തില്ല, ഇവനൊരു ദൈവ പൈതലാണെന്നുള്ളത് അറിയത്തില്ല, ദൈവ പൈതലാണെന്നുള്ളത് അറിയത്തില്ല. ഇതുപോലെ നമ്മുടെ പല കുഞ്ഞുങ്ങളും കോളേജിലും സ്കൂളിലുമൊക്കെ അവരുടെ കൂട്ടുകാർക്ക് പോലും അറിയാൻ വയ്യാത്ത പലരുണ്ട്. എന്താ? നമ്മുടെ ഐഡന്റിറ്റി. എന്നാൽ നമ്മുടെ മേൽ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെക്കത്തില്ല. യു വിൽ ടെൽ ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന്. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും, വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. കയ്യേൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കൈകളുടെ കാര്യം പറയുന്നതൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ കാര്യമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ തെളിയിക്കും. എന്താ? ഞാൻ യഹോവയ്ക്കുള്ളവനാണെന്നുള്ളത് തെളിയിക്കണം. എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, നമ്മുടെ മേൽ പകരപ്പെട്ട, നമ്മുടെ സന്തതിയുടെ മേൽ പകരപ്പെട്ട ആത്മാവ്. ആ ആത്മാവിൻ്റെ അനുഗ്രഹം. എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ അമ്മമാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു പ്രാർത്ഥന നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. കർത്താവേ, നിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ നമ്മളെപ്പോഴും പറയും. അതെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2023 4-ാം മാസം 22 4-ാം മാസത്തിൽ വരുന്ന കാറിൻ്റെ ഒക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പലരും. അതൊന്നും അല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്താണ്? നിന്റെ വാഗ്ദത്തമുണ്ട്, എൻ്റെ സന്തതിമേൽ നിന്റെ ആത്മാവിനെ പകരുമെന്ന്. ഞാൻ ആ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നു കർത്താവേ എന്ന് എത്ര പേര് പറയും. എൻ്റെ സന്തതിമേൽ നിന്റെ ആത്മാവിനെ പകരണമേ, എൻ്റെ സന്താനത്തിൻ്റെ മേൽ നിന്റെ ആത്മീയ അനുഗ്രഹങ്ങളെ പകരണമേ കർത്താവേ എന്ന് പറയുവാൻ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഐഡന്റിറ്റി തിരഞ്ഞെടുക്കുന്നത്, ആത്മാവാണ് ആ ഐഡന്റിറ്റി നമുക്ക് നൽകുന്നത്. നമുക്ക് ബോധ്യം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളതൊക്കെ നമ്മൾ എവിടുന്നെങ്കിലും ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല. അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. ചിലപ്പോൾ ആളുകൾ തന്നെ ചോദിക്കുമല്ലോ, ഞാനൊരു ദൈവ പൈതലാണെന്ന് എങ്ങനെ അറിയുന്നേ? ഇല്ലേ? ആത്മാർത്ഥതയോടെ ചോദിക്കുന്നത്. ഞാനവരെ കുറ്റം പറയുമൊന്നുമല്ല. ചിലപ്പോൾ നമ്മളിൽ തന്നെ പലർക്കും ഉണ്ടല്ലോ, നമുക്ക് എന്തുവാ, നമ്മൾ വിശ്വാസികളിൽ തന്നെ പലർക്കും സംശയമുണ്ട്, ഞാൻ ശരിക്കും ദൈവ പൈതലാണോ, അതോ ഇതൊക്കെ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയതാണോ, ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ
നമ്മൾ ദൈവമക്കളാണെന്നുള്ള നമ്മുടെ ബോധ്യത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ബോധ്യമാണ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അവിടെ നേരെ 14 മുതൽ വായിക്കുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആത്മാവാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത് ആത്മാവിലെ ബോധ്യമാണ്. ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചെടുക്കുന്ന, പഠിച്ചെടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല എന്ത്, ഞാൻ ദൈവത്തിന്. തീർച്ചയായിട്ടും വേദപുസ്തകത്തിൻ്റെ വായനയിലൂടെയും പഠനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതൊക്കെ നമുക്കറിയാം. ബുദ്ധിപരമായി നമുക്കിതൊക്കെ, ബുദ്ധിപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലർ നോളജ് അല്ല ഞാൻ പറഞ്ഞത്, വേദപുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ത്, നമ്മൾ അവനെ സ്വീകരിച്ചതുകൊണ്ട്, ബിക്കോസ് we have received Jesus inside, we are children of God. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതൊക്കെ ബുദ്ധിപരമായിട്ട് അറിയാം. പക്ഷേ ബുദ്ധിപരമായ അറിവല്ല, അത് അറിവാണ്. പക്ഷേ ഇത് ബോധ്യമാണ്. I have confidence, I am a child of God. അതെങ്ങനെയാണ്? ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതായ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഐഡൻറ്റിറ്റി അവനൊന്ന് കണ്ടു തരട്ടെ. ഐഡൻറ്റിറ്റി വളരെ കൃത്യമായിട്ട്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, വളരെ മോശമായ ജീവിതമാണ് ഞാൻ ചിന്തിച്ചു, അവൻ്റെ അപ്പൻ നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഒരു മാസം കൊണ്ടുവരുന്ന പൈസയുടെ 3 ഇരട്ടി അവൻ കൊണ്ടുവരും. എന്നാലും മാസാവസാനം ആകുമ്പോൾ എന്നോട് കടം വാങ്ങിക്കുവാൻ. പക്ഷെ ഞാൻ ഇവനെ ഒരു പ്രയർ ഗ്രൂപ്പിനെ വിളിക്കുമായിരുന്നു. പ്രയർ ഗ്രൂപ്പിനെ വിളിച്ചാലൊന്നും ഇവൻ വരത്തില്ല. അപ്പോൾ ഇവൻ എങ്ങനെങ്കിലും ഒന്ന് നന്നാകണമെന്ന് വെച്ച് ഞാൻ എന്നും പ്രയർ ഗ്രൂപ്പിനെ വിളിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പം ഇവൻ എന്നോട് പറഞ്ഞു, സാജു ഇനി എന്നെ പ്രയർ ഗ്രൂപ്പിനെ വിളിക്കരുത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം അത് കാത്തലിക് കോളേജാണ്. നീ കാത്തലിക് ആണെങ്കിൽ നീ കാത്തലിക് പ്രയറിന് പോകും. ഇനി അല്ലെങ്കിൽ ഞാനവിടെ നടത്തുന്നത് നോൺ കാത്തലിക്സ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രയറാണ്, അതിന് പോവാം. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വരാൻ പറ്റുകയില്ല. അതെന്താ? അവിടെ എല്ലാ പള്ളിക്കാരും കൂടെ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെ. അതെനിക്ക് പറ്റത്തില്ല, ഞാൻ പെന്തിക്കോസാണ്. അവന് ലോകത്തിലെ മുഴുവൻ തോന്നിവാസവും കാണിക്കാം. പക്ഷേ എന്തുവാ, CSI മർത്തോമ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല. അതല്ല ഐഡൻറ്റിറ്റി. അവന് 6 മാസമായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല ഇവനൊരു ദൈവവൈതല, അല്ലെങ്കിൽ എന്തുവാ ഒരു വീണ്ടും ജനിച്ചെന്നൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ എന്ന് പറഞ്ഞാലും ഇവന് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണെന്നുള്ള അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ വെളിപ്പെടുത്തിയില്ല. കാര്യം അവൻ്റെ ബോധ്യങ്ങളിൽ അത് വന്നില്ല. അതാണ് അതിനകത്തെ പ്രശ്നം, ബോധ്യങ്ങളിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ, ശബ്ദത്തോടെ, ശക്തിയോടെ പറയണം, ഞാൻ യഹോവയ്ക്കുള്ളവൻ. അത് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ സന്താനത്തിൻ്റെ മേൽ ദൈവമേ നിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ഓരോ പ്രവൃത്തികളും, ഓരോ ജീവിതം തന്നെ അങ്ങ് മാറി മറിയുന്നതാണ്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 31-ാം അധ്യായത്തിൽ അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെ
സഹോദരനെയോ യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു പുതിയ നിയമം ചെയ്യുമെന്നാണ്. പുതിയ നിയമം, അതായത് പഴയ നിയമത്തിൽ അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അത് മരുഭൂമിയിൽ പഴയ നിയമകാലത്ത് മോശ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുമ്പോൾ സീനായി മലയിൽ വെച്ച് അവർക്ക് കൊടുത്ത ഒരു ഉടമ്പടിയുണ്ട്. അത് കല്ലിലെഴുതിയ പുസ്തകമാണ്, കല്ലിലെഴുതിയ നിയമങ്ങളാണ്. എന്നാൽ ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞെന്ന് യഹോവയുടെ അരുളപ്പാട്. കാര്യം എന്നറിയാമോ? കല്ലിലെഴുതിയ നിയമം. ഇവരുടെ ഹൃദയവും കല്ലും കൂടെ കൂട്ടിയിടിച്ച് തീ കാറുന്നതല്ലാതെ അനുസരണം നടന്നിട്ടില്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. വീണ്ടും നമ്മൾ 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്നുണ്ട് പുതിയൊരു ആത്മാവിനെ. നമുക്ക് വായിക്കാം, നമുക്ക് ആ ഭാഗം. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നിയമം എഴുതിയിരിക്കുന്നത് എവിടെയാണ്? പുറത്തല്ല. എവിടെയാണ്? അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത്, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 36-ാം അധ്യായത്തിലെ കാര്യം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 36-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെഹസ്കേൽ പ്രവചനം, യിരെമ്യാവിൻ്റെ പ്രവചനമല്ല, ഞാൻ പറഞ്ഞത് യെഹസ്കേൽ പ്രവചനം അതിൻ്റെ 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ച് വരുത്തി വർദ്ധിപ്പിക്കും. ഇവിടെ നമ്മൾ യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായത്തിലും യെഹസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായത്തിലുമായിട്ട് കാണുന്ന ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഹൃദയത്തിൻ്റെ ഡിഫറൻസാണ്. കർത്താവ് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു, സീനായി മലയിൽ കൊടുത്ത നിയമം അവർക്ക് അനുസരിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാര്യം അത് കല്ലിലെഴുതിയ നിയമമായിട്ട് പുറത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രത്യേകത എന്താണ്? ഇപ്പോഴ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും. ആ ഹൃദയത്തിൻ്റെ കൂടെ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇവിടുത്തെ പ്രത്യേകത, നേരത്തെ കല്ലിലെഴുതിയ നിയമം പുറത്ത്, ഇപ്പോൾ ഹൃദയത്തിലെഴുതിയ നിയമം അകത്ത്. എന്നാൽ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആ ഹൃദയം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ അനുസരിക്കുവാൻ തക്കവണ്ണം മാംസളമായ ഒരു ഹൃദയം മാത്രമല്ല, ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. 27-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് നടക്കാനായിട്ട് എൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. യു സീ ദ ഡിഫറൻസ്? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ, പലപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞ നിയമങ്ങളെല്ലാം കൂടെ അനുസരിക്കാൻ നമ്മൾ സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായമൊക്കെ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട്, മാനുഷികമായി ഞാൻ പറയുന്നത്,
ഒരു വീണ്ടും ജനനം പ്രാപിച്ചവൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു സ്വാഭാവിക മനുഷ്യന് അങ്ങനെയൊന്നും അനുസരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കനുസരിക്കാൻ കഴിയത്തില്ല. കാര്യം നിങ്ങളുടെ ഹൃദയവും കല്ല, നിയമവും കല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചവൻ്റെ ഉള്ളിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? ആത്മാവിനെ കയറ്റിയിരുത്തുകയാണ്. എന്നിട്ട് നിയമം ഇപ്പോൾ പുറത്തല്ല, ഈ ആത്മാവ് എന്തോ ചെയ്യുക? നിയമം അകത്ത് തന്നെ വെച്ചിരിക്കുക. നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മനിറവുള്ളവനും അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ ഒരു വ്യക്തിക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര വിദൂരത്തിലാണെങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാൻ വയ്യാതെ ഉടനെ തന്നെ നമ്മൾ ഒരു പക്ഷേ വീട്ടിൽ വെച്ചിരിക്കുന്ന വേദപുസ്തകം ഓടിപ്പോയി എടുത്ത് വായിച്ച് നോക്കിയാൽ നല്ലതാണ്. പക്ഷേ അത്രയും വായിച്ച് നോക്കാനും ഒന്നും ചിലപ്പം സമയം നമുക്ക് കിട്ടിയിരുന്നിരിക്കും. ഞാൻ ബസ്സിന് ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് കയറാറായപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും പുറകിൽ നിന്നൊരുത്തിന് ഓടി വന്നിട്ട് സൂട്ട് കേസ് കൊണ്ട് എന്നെ ഇടിച്ച് മാറ്റി ഞാൻ താഴെ വീണു. അവൻ കയറി വണ്ടി ബെല്ലടിച്ച് പോവുകയും ചെയ്തു. അന്നേരം എന്തോ പറയണം, ഞാൻ വേദോത്സവം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ഉടനെ പോയി വേദോത്സവം നോക്കാൻ പറ്റുമോ? പക്ഷേ എൻ്റെ നാവിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കർത്താവേ നന്ദി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ദൈവവചനം തന്നെ എൻ്റെ ഉള്ളിലിരിക്കണം, ഇല്ലേ? അല്ലാതെ ഓരോ പ്രാവശ്യവും തുകൽ ചുരുളുകൾ വായിച്ചു നോക്കിയിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. യേശു കർത്താവ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിശോധനകളുടെ സമയത്ത്, പ്രലോഭനങ്ങളുടെ സമയത്ത് യേശു സകലതും റിസൈറ്റ് ചെയ്തത് എവിടുന്നാ? വചനത്തിൽ നിന്നാ. അന്നേരം യേശുവിൻ്റെ കയ്യിലൊരു തുകൽ ചുരുൾ ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അവൻ പഠിച്ചു വെച്ച് മെമ്മറൈസ് ചെയ്ത് ആ വചനങ്ങളെല്ലാം അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും. അത് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ കയ്യിൽ പുസ്തകമായിട്ട് കിട്ടിയിട്ടുണ്ട്. പുസ്തകമായിട്ടിരുന്നാൽ പറ്റത്തില്ല, അത് വായിക്കണം. ഞാൻ സാധാരണ ആഫ്രിക്കയിൽ പറയുമ്പോൾ പറയാനുള്ള കാര്യമുണ്ട്, സോമ ബിബ്ലിയ, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ, ബൈബിൾ ധ്യാനിക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കണം. പിന്നെ മെമ്മറൈസ് ദ സ്ക്രിപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കാണാപ്പാഠം പഠിക്കുന്ന കാര്യം നല്ലതാണ്. അത് തന്നെയല്ല, ഈ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കടക്കണം. ഉപ്പേൻ്റെ ബിബ്ലിയ, വചനത്തെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ വചനമൊക്കെ നമ്മളെ ഓർമ്മിക്കും, നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിയെ അവൻ്റെ സ്വാഭാവിക ശക്തിയിലല്ല, പ്രത്യുത ആത്മാവിൻ്റെ ശക്തിയിൽ ആത്മാവ് അവനെ എപ്പോഴും ഓർമ്മിപ്പിക്കും ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്തൊക്കെ ആത്മാവ് എന്നോട് വചനം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരുമ്പോൾ അവൻ എൻ്റെ വചനങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന്. യേശു പറഞ്ഞത് ഓർമ്മിപ്പിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവിടെ 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നമുക്ക് നടക്കാൻ ശക്തിയില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ അവൻ്റെ ചട്ടങ്ങളിൽ നടത്തും. ഇതൊക്കെ ഞാനീ പറയുന്നത് നമ്മളിത് അനുഭവിക്കണം, നമ്മൾ അറിയണം, അനുഭവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിത് അനുഭവിക്കണം. അവരുടെ പ്രതിസന്ധികളിൽ, അവരുടെ കോളേജിലും അവരുടെ സ്കൂളിലും അവരനുഭവിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളുടെ നേരത്തും ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവ് അവരെ അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആത്മാവ് ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രോമിസ്, വചനം ഉള്ളിൽ തരും, ആത്മാവ് ഉള്ളിൽ തരും. അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. എന്താണ്? ഞാൻ അവരെ ആദ്യം ന്യായപ്രമാണം എന്ത് ചെയ്തിരിക്കുകയാണ്? ഉള്ളിൽ ആക്കിയിരിക്കുകയാണ്. ന്യായപ്രമാണം ഉള്ളിലാക്കി. ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. അപ്പം ഉള്ളിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? ന്യായപ്രമാണവും ഉണ്ട്, ആത്മാവും ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. വചനവും ആത്മാവും ഉള്ളിൽ കയറണം. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്തൊരു വ്യത്യാസമായിരിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നൊന്നും ഇന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഡു ഐ ഹാവ് ദ സ്ക്രിപ്ചർ ഇൻസൈഡ് മീ? വചനം എൻ്റെ ഉള്ളിലുണ്ടോ? വചനം കയ്യിലുള്ളവരുണ്ട്, പക്ഷേ ഉള്ളിൽ. വചനം മാത്രം പോരാ, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ്, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്തു വേണം? നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ
നടക്കുമാറാക്കും എന്ന് പറയുന്നതായ ഒരു സ്റ്റേജ്. വചനത്തെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറയുന്നത്. താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. റിലേഷൻ അങ്ങ് വർദ്ധിക്കുകയാണ്. റിലേഷൻ അങ്ങ് എന്താ, എപ്പോഴും എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഐ ബിലോങ് ടു ഹിം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യഹോവയ്ക്കുള്ളവൻ. ഇവിടെ ഒരു വ്യക്തി എന്ന നിലയിൽ യഹോവയ്ക്കുള്ളവൻ എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. കുടുംബം കുടുംബമായി, വ്യക്തി വ്യക്തിയായി മാത്രമല്ല, കുടുംബം കുടുംബമായി, സഭ സഭയായി, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നൊരവസ്ഥ. ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്. We need godly people, we need godly family, we need godly church. നമ്മൾ എപ്പോഴും ഏറ്റു പറയണം, I belong to God and God belongs to me. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. മലിനതകൾ നീക്കും. ക്ഷാമം വരുത്താതെ ധാന്യവും തരും. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ധാന്യത്തിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് സകല മലിനതകളും നീക്കി. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഹോളി സ്പിരിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ദ സാങ്ക്ടിഫൈയിങ് സ്പിരിറ്റ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിപ്പോഴെവിടെയാ? ഉള്ളിൽ, ഹൃദയത്തിൽ, ഏറ്റവും ഉള്ളിൽ. ഹല്ലേലൂയ. ഇനി 39 അധ്യായത്തിലേക്ക്, യെഹെസ്കേലിൻ്റെ പ്രവചനം 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ 28, 29 വാക്യങ്ങൾ, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധന്മാരായി കൊണ്ടുപോകാനാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടിവരുത്തുകയും ചെയ്യും. റെസ്റ്റോറിങ് സ്പിരിറ്റ്, സാങ്ക്ടിഫൈയിങ് സ്പിരിറ്റ് നമ്മൾ 2 അധ്യായം മുമ്പ് നമ്മൾ ഇപ്പോൾ വായിച്ചു. സാങ്ക്ടിഫൈയിങ്, വിശുദ്ധീകരിക്കുന്ന ദൈവം. ഇത് തന്നെയല്ല, റെസ്റ്റോർ ചെയ്യുന്ന ദൈവം, റെസ്റ്റോർ ചെയ്യുന്ന ആത്മാവ്. ഞാൻ അവരെ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തെ കൂട്ടിവരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയാണ്, ഐ ഹാവ് poured out my spirit upon them. ഇനി എൻ്റെ മുഖം മറയ്ക്കത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇനി ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായതുകൊണ്ട് ഇനി നമ്മളൊരു നിരന്തര സമ്പർക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിരന്തരമായ, ഇനി എൻ്റെ മുഖം മറയ്ക്കത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമോ, കർത്താവേ നീ എവിടെയാണ്, അങ്ങനെയൊന്നും, എപ്പോഴും നമ്മുടെ കൂടെയുള്ള. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഞാൻ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കയില്ല. നിരന്തരമായിട്ട് കർത്താവിനെ കണ്ടുകൊണ്ട്, അവൻ്റെ മുഖം കണ്ടുകൊണ്ട്, എപ്പോഴൊക്കെ, എപ്പോഴും, 24/7 പരിശുദ്ധാത്മ നിറവുള്ളവരായി ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അവസ്ഥ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളാണിതൊക്കെ. ഇതെല്ലാം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇപ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ അർത്ഥം ശരിക്ക് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊരു പക്ഷേ അത്രയും മനസ്സിലായി കാണത്തില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗം കൂടെ വായിക്കാം. യോവേലിൻ്റെ പ്രവചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗം, അതും കൂടെ പെട്ടെന്ന് ഞാനിന്ന് വായിക്കാം. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 28ഉം 29ഉം വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. പിന്നീട് നമുക്ക് അതിൻ്റെ പുറകിലത്തെ വാക്യങ്ങൾ വായിക്കണം കാര്യം അതൊന്ന് മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ ശേഷം 28ഉം 29ഉം, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഇത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശരിക്കും പറഞ്ഞാൽ പത്രോസ് കോട്ട് ചെയ്യുന്നതായ വേദഭാഗമാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം കാണാതെ അറിയാവുന്ന വേദഭാഗമാണ്. എന്നാൽ ഈ 2-ാം അധ്യായം ഞാൻ ആദ്യം തൊട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നതെല്ലാം.
അതിൻ്റെ 1-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴ തിന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ജനതയോട് പ്രവാചകൻ പറയുകയാണ്, സിയോനിൽ കാഹളമൂതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികൾ നടുങ്ങിപ്പോകട്ടെ. അങ്ങനെ പ്രതിസന്ധിയുടെയും നഷ്ടത്തിൻ്റെയും ദേശത്തിന് സംഭവിച്ചിരിക്കുന്ന വരൾച്ചയുടെയും എല്ലാ പ്രതിസന്ധിയുടെയും സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ അവർ യഹോവയുടെ മുമ്പിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ് 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുമിൻ. 2:12. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് വരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. സിയോനിൽ കാഹളമൂതുവിൻ, സഭായോഗം വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ കൂട്ടി വരുത്തുവിൻ, കരയാനെല്ലാം പറയുകയാണ്. എന്നിട്ട് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ച് യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. ഇതൊക്കെ പറഞ്ഞ് ഞാൻ സമയമില്ലല്ലോ. 25-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അപ്പോൾ എല്ലാ രീതിയിലും, അതായത് വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ ഒരു ദേശം, ആ ദേശം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ അയച്ചിരുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അപ്പോൾ ഭൗമികമായി അവരുടെ നഷ്ടങ്ങളിൽ നിന്ന് അവരെ കരകയറ്റും എന്ന് പറയുന്നുണ്ട്. എന്നാൽ 28-ാം വാക്യം വരുമ്പോൾ ഈ ഭൗമിക കാര്യങ്ങളിൽ അവൻ നൽകുന്നതായ ആ എല്ലാ റെസ്റ്റോറേഷനും തീർന്നതിന് ശേഷം കർത്താവ് പറയാണ്, എന്നാൽ അതല്ല എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിൻ്റെ ശേഷമോ, വേഴ്സ് 28, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പാൻഡമിക് മാറാൻ പ്രാർത്ഥിച്ചോ? കൊറോണ മാറാൻ പ്രാർത്ഥിച്ചോ? ഇതൊക്കെ പ്രാർത്ഥിച്ചോ? നഷ്ടങ്ങളുടെ മേൽ നഷ്ടം വന്നിരിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിച്ചോ? എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ അനുഗ്രഹം ആത്യന്തികമായി അതിൻ്റെ ശേഷമോ എന്താ? ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളതാണ്. ഭൗതികമായ നന്മകളെക്കുറിച്ച് നമ്മൾ 18-ാമത്തെ വാക്യം മുതൽ കൃത്യമായിട്ടെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട്, ഏറ്റവും വലുതായിട്ട്, മഹനീയമായിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് അത് തരും ഇത് തരുമെന്നൊക്കെയല്ല. അതിൻ്റെ ശേഷമോ, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ കാലയളവിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് നമ്മുടെ പ്രതിസന്ധികളിലാണ്. അത് കർത്താവിനോട് പറയുന്നതിനകത്ത് കുഴപ്പമില്ല, കർത്താവ് നമ്മളെ അതിനെ സഹായിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് ആർക്കൊക്കെയാണ്? ബാക്കിയുള്ളതൊക്കെ ഇന്നാർക്കെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇതെല്ലാവർക്കുമായിട്ടും തുറന്നു വച്ചിരിക്കുക. ചില ആളുകൾക്ക് മാത്രമല്ല, ഒരു പരിധിവരെ പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം പോലുമല്ല. ഞാൻ സകല ജഡത്തിന്മേലും. പ്രവാചകന്മാരൊക്കെ ഹൈലി എക്സ്ക്ലൂസീവായിട്ട് ജൂയിഷ് ഇതിനകത്താണ് ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം വരുന്നതെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യോവേൽ പ്രവാചകൻ പറഞ്ഞു അങ്ങനല്ല. ആത്മാവിനെ പകരുന്നത് ആരുടെ മേലാണ്? സകല ജഡത്തിന്മേലും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് അതിനകത്ത് പെട്ടിരിക്കുന്നത്. നമ്മുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ ദൈവം നോക്കിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ. അവിടെ പറയുന്നത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അല്ലാതെ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പുത്രിമാർ അവരൊക്കെ ഈ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിൻ്റെ ജീവിതം ജീവിക്കുവാൻ. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പുത്രിയെ, എൻ്റെ പുത്രനെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ.
എൻ്റെ പുത്രൻ്റെ മേൽ, എൻ്റെ മകൻ്റെ മേൽ കർത്താവേ നിന്റെ ആത്മാവിനെ പകരണമേ. എൻ്റെ മകളുടെ മേൽ കർത്താവേ നിന്റെ ആത്മാവിനെ പകരണമേ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും വലിയ ഡിഗ്നിറ്റി ഉള്ളവരുടെ മേൽ മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത്. അതിന് വലിയ സമൂഹത്തിലെ സ്ഥാനമൊന്നും ആവശ്യമില്ല, മറ്റ് പല കാര്യങ്ങളും വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മുതലാളിമാരുടെ മേൽ മാത്രമല്ല, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഇതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്, ഹോളിസ്റ്റിക് ആയിട്ട്. ഹല്ലേലൂയ. സഭകളുമായി ബന്ധമുള്ള ആളുകൾ നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പരിധി വരെ പറഞ്ഞാൽ, കർത്താവേ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. 2, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കൊച്ചുമക്കളെ ആത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവേ എൻ്റെ സഭയിലെ യുവാക്കളെയും യുവതികളെയും എൻ്റെ സഭയിലെ പ്രായമുള്ളവരെയും ഒക്കെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയൊരു അഭിവാഞ്ച നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ വാഴട്ടെ. ഭൗമിക നന്മകൾ കർത്താവ് തരുന്നതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ, പക്ഷേ അതിൻ്റെ ശേഷമോ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യെശയ്യാവിൻ്റെ പ്രവചനം നമ്മൾ കണ്ടു, എല്ലാ ദുരിതങ്ങളും എവിടെ വരെയാണ്? എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്നത് വരെയാണ്. എൻ്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ ആത്മാവിനെ, ആ ആത്മപകർച്ചയെ ആവലോടെ കാത്തിരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരപ്പെടുവാൻ, നമ്മുടെ മാതാപിതാക്കളിലേക്ക് അത് പകരപ്പെടുവാൻ, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ മേലും അത് പകരപ്പെടുവാൻ, നമ്മുടെ സഭകളിലേക്ക് അത് പകരപ്പെടുവാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വലിയ പ്രാർത്ഥന അനിവാര്യമാണ്. ഈ നാളുകളിൽ, ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ പ്രോമിസ് ഉണ്ട്. അവൻ വാഗ്ദത്തം നിർവഹിക്കുന്നവനാണ്. അന്ത്യകാലത്ത് സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പഴയ നിയമത്തിലുടനീളം കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങൾ, ആത്മപകർച്ചയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, നിന്റെ വാഗ്ദാനമാണല്ലോ അന്ത്യകാലത്ത് സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. നിന്റെ വാഗ്ദാനമാണല്ലോ എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നുള്ളത്. നിന്റെ വാഗ്ദാനമാണല്ലോ ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്നുള്ളത്. നിന്റെ വാഗ്ദാനമാണല്ലോ ദാസിമാരുടെ മേലും നിന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത്. കർത്താവേ, എൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. എൻ്റെ മകൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. എൻ്റെ മകളുടെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. എൻ്റെ കൊച്ചുമക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. കർത്താവേ, എൻ്റെ സഭയുടെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ആത്മനിറവ് പ്രാപിക്കട്ടെ. മോശയുടെ മേൽ പകർന്ന ആത്മാവ് അത് 70 പേർക്ക് വിഭാഗിച്ചു കൊടുക്കുമ്പോൾ വേറെ 2 പേര് പാളയത്തിലിരുന്ന് പ്രവചിച്ചു. യോശുവ പറഞ്ഞു അവരെ നിരോധിക്കണം. മോശ പറയുക, യോശുവേ, എൻ്റെ ആഗ്രഹം എന്നറിയാമോ? യഹോവയുടെ ജനമൊക്കെയും ആത്മാവിനാൽ നിറയുകയും പ്രവചിക്കുകയും ചെയ്യണമെന്നുള്ളതാ. അതാണ് ഇന്ന് ആവശ്യം. സകല ജലത്തിന്മേലും പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.